ഹലോ ഗൈസ്, ഗീതഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അയ്യപ്പണ്ണം പറയുകയാണ്, അറക്കത്തറവാട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ഷേത്രങ്ങളെല്ലാം നടന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയാണ് അതിനും ഫലം കണ്ടല്ലോ എന്ന് പ്രിയമോളെ നോക്കി പറയുകയാണ്. പക്ഷേ എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ രാധികാമ്മയ്ക്ക് ഒരു ഡൗട്ട്, ഇനി ഗീതു എങ്ങാനും പ്രഗ്നൻ്റ് ആണോ എന്ന് പറയുമ്പം നമ്മുടെ അയ്യപ്പണ്ണനും ഗീതു ആണെന്നോർത്ത് ഗീതുവിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നേരെ ഒരു തെളിച്ചമുണ്ട്, ഒരു മാറ്റം ഉണ്ടെന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും കൂടെ ഡൗട്ടാവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയ നൈസായിട്ട് അയ്യപ്പണ്ണനെ ഗോവിന്ദ് വെള്ളോട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നൈസായിട്ട് വിളിച്ച് നമ്മുടെ ഗീതുവിനോട് ചോദിക്കുകയാണ്, ചേച്ചിക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ എന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ അതാ വിശേഷമല്ലേ ചേച്ചി പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഗീതു പറയുകയാണ്, നീ എന്നെ ഈ പറയുന്നേ, നിൻ്റെ ചേട്ടനൊരു ജെൻറ്റിൽമാനല്ലേ, നീ എന്നെക്കുറിച്ച് ഓർത്തോ, നിൻ്റെ ചേട്ടനെക്കുറിച്ച് ഓർത്തോ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ പ്രേമോട് ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്നെ കുഴപ്പം, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ നോർമലല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗീതുവിന് ബോധം വരുന്നത്. ഗീതു എന്നിട്ട് പറയുകയാണ്, അതൊന്നും അല്ല, ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് മതിയെന്ന പ്ലാൻ, ഇത് നിന്നെപ്പറ്റിയാണ് കണ്ണേട്ടൻ പറഞ്ഞതെന്ന് പറയും. അത് കേട്ടുകൊണ്ട് നമ്മുടെ കാഞ്ചനാക്കയും രേഖയും കൂടെ വരുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരത്ത് നമ്മുടെ പ്രിയമോള് പറയും, മാങ്ങാച്ചാറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും ഗീതു പറയും, അത് കുഴപ്പമില്ല, നാളെ രാവിലെ ഞാൻ തന്നെ ഇട്ട് തരാം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ കാഞ്ചനൊക്കെ അവിടെ നിന്നിട്ട് പറയും, ഇനി മാങ്ങ എവിടെ നിന്ന് ഒപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ഓരോ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗീത പറയുകയാണ്, എന്ത് കാണിച്ചിട്ടാണെന്ന് എനിക്കറിയത്തില്ല, നാളെ രാവിലെ ഇവിടെ മാങ്ങ കിട്ടിയിരിക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ രാധിക പുറകെ നിൽപ്പുണ്ട്. അപ്പോൾ രാധികയ്ക്ക് കൂടെ കൺഫ്യൂഷൻ ആവുകയാണ് കേട്ടോ. എന്നിട്ട് രാധിക ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഗീത എങ്ങനെ പറയും, അല്ലെങ്കിലും ഈ വീട്ടിൽ ഇത്രയും മുതിർന്ന സ്ത്രീയായി ഞാനിത് അറിഞ്ഞില്ലെങ്കിൽ അത് നാണക്കേടാ, ഗോവിന്ദ് എന്നോട് പറയുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി കുഞ്ഞിൻ്റെ അടുത്ത് നമ്മുടെ അയ്യപ്പേട്ടൻ നിന്ന് അവിടെ എല്ലാം വൃത്തിയാക്കുവാണ്. ആ സമയത്ത് നടന്ന ഓരോ കാര്യങ്ങളും, രഞ്ജു വന്നതും വിജയലക്ഷ്മിയുടെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഗോവിന്ദ് അയ്യപ്പനോട് പറയുമ്പോൾ അയ്യപ്പണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് നടന്നില്ലേ കുഞ്ഞെ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് ചോദിക്കും, നിങ്ങളെന്നെ ആ സമയത്ത് തനിച്ചാക്കി മുങ്ങിയെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അയ്യപ്പണ്ണൻ പറയുകയാണ്, തനിച്ചൊന്നും അല്ലായിരുന്നല്ലോ, കുഞ്ഞിനെ എല്ലാത്തിനും കൂട്ട് ഗീതു ഇല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദും നേരെ ഗീതുവിനെ പറ്റി ഇങ്ങനെ ഓർത്ത് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഗണപതി കുഞ്ഞിൻ്റെ അടുത്ത്, ഞാൻ ഗീതുവിന് 3 വരം കൊടുത്തിട്ടുണ്ട്, അതിലൊരു വരവായിട്ട് അവൾ എന്നോടുള്ള ഇഷ്ടം തുറന്ന് പറയണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു അശരീരി പോലെ ഒരു ഷോട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്, ഗണപതി സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആരാ, ദൈവമാണോ വരം കൊടുക്കാൻ വേണ്ടിയിട്ട്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ പറയണം, അങ്ങനെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഗോവിന്ദ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ അവളിനി എന്നെ റിജക്റ്റ് ചെയ്താലോ എന്നുള്ള പേടി കൊണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഗോവിന്ദ് സംസാരിക്കുമ്പോൾ റെസ്പോൺസ് ഒന്നും അശ്ലീലത് വരുമല്ലോ കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പോയോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന ഗീതു വിജയലക്ഷ്മീനെ വിളിക്കുന്നതാണ് കേട്ടോ. വിജയലക്ഷ്മീനെ വിളിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ, രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇനി എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ കുഞ്ഞിനെ താലോലിച്ച് ആ കുഞ്ഞിന് സപ്തസ്വരങ്ങൾ പാടിക്കൊടുത്ത് ഉറക്കണം എന്നൊരാഗ്രഹം കൂടി എനിക്കുണ്ട്, അതിന് നീ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് നീ ആയിട്ട് പറയണമെന്ന് പറയുമ്പോൾ ഗീതു പറയുകയാണ്, ഇതൊക്കെ എങ്ങനെ പെണ്ണുങ്ങൾ പറയുന്നത്, ആണുങ്ങളല്ലേ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ടോണ്ട് വിജയലക്ഷ്മിയുടെ ഫോൺ സ്പീക്കറിലാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് രഞ്ജു വരുവാണ്. രഞ്ജു അതേ സമയത്ത് ഇതെല്ലാം കേട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഗീതുവിൻ്റെ ഓരോ സംസാരം കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ പറഞ്ഞു തരാം, നാളെ ഇങ്ങ് വാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ കുറച്ച് നേരം സംസാരിക്കുന്നതൊക്കെ കാണിച്ചിട്ട് പിന്നെ ആ ഷോട്ട് അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് വെച്ചാൽ വിജയലക്ഷ്മിയും രഞ്ജുവും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. ആ സമയത്ത് നമ്മുടെ വിജയലക്ഷ്മിക്ക് ഒരു കോൾ വരുവാണ്, മുരളി എന്ന് പറയുന്ന പുള്ളിക്കാരുടെ പ്രോഗ്രാം കോർഡിനേറ്ററിന്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു പ്രോഗ്രാമും എടുക്കുന്നില്ല, സൗത്ത് ഇന്ത്യനെ പോലും ഞാൻ എടുക്കുന്നില്ല, പിന്നെ അല്ലേ കൊൽക്കട്ടയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ രഞ്ജു പറയുകയാണ്, അമ്മ എൻ്റെ മരണം വരെ അല്ലെങ്കിൽ അമ്മയുടെ മരണം വരെ പാട്ടുകാരിയായിട്ട് എല്ലാ സംഗീത അവസരങ്ങളും സഭയിലും പാടണം തന്നെയാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, നേരെ മോളെ ഞാനത് ചെയ്യാം, ഇപ്പം എൻ്റെ മനസ്സത്ര ശരിയല്ല, നല്ലൊരു ശുദ്ധമായ മനസ്സിൽ നിന്ന് ശുദ്ധസംഗീതം വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അയ്യപ്പേട്ടൻ ഇത് ചോറുണ്ണാണ് കേട്ടോ. അയ്യപ്പേട്ടൻ കുറേ ചോറുണ്ണുന്നതിന് നമ്മുടെ കാഞ്ചനക്ക ഓരോന്നൊക്കെ പറയുന്നുണ്ട്, കളിയാക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, പുറത്തുനിന്ന് എത്ര നല്ല ഫുഡ് കഴിച്ചാലും വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡിൻ്റെ അത്ര ഒരു സ്വാദ് വരില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കാഞ്ചനൊക്കെ പറയണം, ന്യൂ ജനറേഷൻ അങ്ങനെയൊന്നുമില്ല, അവർക്ക് അങ്ങനെ വേണ്ടി നന്ദിയൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും
അയ്യപ്പനെ ചോദിക്കാം അതിപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ പറയും ഗീതുപ്പാപ്പയ്ക്ക് നാളെ രാവിലെ തന്നെ പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോൾ എവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വരും എന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യപ്പണ്ണൻ ഓർക്കാണ്, ഗീതു പ്രഗ്നൻ്റ് ആണോ, അതായിരുന്നു പറഞ്ഞതെന്ന് ഓർത്തിട്ട് അയ്യപ്പണ്ണൻ സന്തോഷം കൊണ്ട് പറയുകയാണ്, നാളെ രാവിലെയല്ല ഇന്ന് രാത്രി തന്നെ ഞാൻ പച്ചമാങ്ങ കൊണ്ടുതരും, അതിനൊരു കുഴപ്പമില്ലെന്ന് പറയാം. കേൾക്കുമ്പോൾ കാഞ്ചനയ്ക്ക് സന്തോഷമാകും, കാരണം മാങ്ങ കിട്ടുമല്ലോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.